ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഓണമായാലും വിഷു ആയാലും മറ്റേത് ആഘോഷങ്ങളായാലും സദ്യ നമ്മൾക്ക് പ്രധാനമാണ്. ഇന്നത്തെ വീഡിയോയിൽ സദ്യയിൽ നമ്മൾക്ക് 2 ദിവസം മുന്നേ തന്നെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയ വിഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമേ തന്നെ കാണിക്കുന്നത് നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര വരട്ടിയാണ്. അതിനായിട്ട് 1 കിലോ പച്ചക്കായ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് കയ്യിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ കയ്യിലൊന്നും തീരെ കറിയാവത്തില്ല. ഇനി വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തൊലി കളഞ്ഞ് വെച്ച നേന്ത്രക്കായ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് സമയം ഇട്ട് വെച്ചാൽ മതി, ഒരുപാട് സമയം ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം കത്തിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് നേന്ത്രക്കായെല്ലാം ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക. അതിൻ്റെ പുറം ഭാഗത്ത് തൊലിയുടെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിലും പിന്നെ കറയൊക്കെ ഒന്നുകൂടെ പോകാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാ പച്ചക്കായും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി നല്ലൊരു ടവൽ വെച്ചിട്ട് ഈ പച്ചക്കായ എല്ലാം ഒന്ന് തുടച്ചെടുക്കണം. എല്ലാം തുടച്ചെടുത്തതിന് ശേഷം നമ്മൾക്കിനി അരിയാൻ തുടങ്ങാം. അരിയാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾക്ക് എണ്ണയും കൂടെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഓണസദ്യയുടെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധാരണ നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ്. ഞാനിവിടെ ഇപ്പം വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ഇല്ല എങ്കിൽ റിഫൈൻഡ് ഓയിൽ എടുത്താലും മതി. ഇനി നമ്മളെടുത്ത പച്ചക്കായ നടു ഒന്ന് കീറിയതിന് ശേഷം 1/2 സെൻറ്റിമീറ്റർ കനത്തിൽ അരിഞ്ഞു കൊടുക്കാം. എല്ലാ കായും ഒരേ വലുപ്പത്തിൽ തന്നെ അരിയാൻ ശ്രമിക്കുക. ഒരു ട്രിപ്പിലിടാനുള്ള പച്ചക്കായ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി ചൂടായി വന്ന് കാണും. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കായ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ കുറച്ച് കൂട്ടി വെക്കണം. അത് കഴിഞ്ഞാൽ ഇനി തീ നല്ലപോലെ കുറച്ച് വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറക്കാനായിട്ട്. കാരണം ഇതിൻ്റെ ഉൾഭാഗം നന്നായി വെന്ത് കിട്ടണം. ചെറിയ തീയിൽ ഇത് മുരിഞ്ഞു വരാൻ ഏകദേശം 35 തൊട്ട് 40 മിനിറ്റ് വരെ എടുക്കും. ഇതിപ്പം ഏതാണ്ട് 1/4 ഭാഗത്തോളം ആയി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ നാവാനുണ്ട്. ഒന്നും കൂടെ ആയി കഴിയുമ്പോൾ നമ്മൾക്കിത് എണ്ണയ്ക്കകത്ത് എടുത്ത് മാറ്റാം. ചെറുതായിട്ട് ബ്രൗൺ കളറായി തുടങ്ങും. ആ സമയത്ത് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പം നമ്മളുടെ ആദ്യത്തെ ട്രിപ്പ് നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിത് എണ്ണയ്ക്കകത്ത് എടുത്ത് മാറ്റുകയാണ്. ഇത് നന്നായി മുരിഞ്ഞു എന്നറിയാനായിട്ട് ഇനിയൊരു വഴിയുള്ളത് ഇതിൻ്റെ പതയെല്ലാം തീരെ ഇല്ലാതെയാകും. അതായത് നമ്മൾ പച്ചക്കായ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായി പതഞ്ഞു വരും. അതിൻ്റെ പതയെല്ലാം ഇപ്പോൾ പോയി തീരെ ഇല്ലാതെയായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ പച്ചക്കായും ഇട്ട് കൊടുക്കാം. ഇനി ഇത് തണുക്കുമ്പോൾ നമ്മൾക്കിത് വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ചൂടായ എണ്ണയിലേക്ക് തന്നെ വീണ്ടും ഒന്നും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത രണ്ടാമത്തെ ട്രിപ്പും റെഡിയായി വന്നിട്ടുണ്ട്. ഇതും എണ്ണയ്ക്കകത്ത് എടുത്ത് മാറ്റുകയാണ്. ഇതും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. പതയെല്ലാം പോയിട്ടുണ്ട്. ഇത് കുറച്ച് സമയം എടുത്ത് വേണം നമ്മൾ വറക്കാനായിട്ട്. പെട്ടെന്ന് തീ കൂട്ടി വെച്ച് വറക്കാൻ ശ്രമിക്കരുത്. അപ്പം ഉള്ളു തീരെ വേവത്തില്ല. ഇപ്പം നമ്മൾ കായ വറുത്തെടുക്കൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്തു കൊടുക്കാനുണ്ട്. ഇത് നന്നായി തണുത്ത് വന്നതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. രാവിലെയാണ് വറക്കുന്നതെങ്കിൽ വൈകുന്നേരം നമ്മൾക്ക് ശർക്കര വരട്ടി റെഡിയാക്കിയെടുക്കാം. അതല്ല വൈകിട്ടാണ് വറക്കുന്നതെങ്കിൽ രാവിലെ നമ്മൾക്ക് റെഡിയാക്കിയെടുക്കാം. ഇപ്പം നമ്മൾ വറുത്ത് വെച്ച കായ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട ബാക്കി കാര്യങ്ങൾ കൂടി ശരിയാക്കിയെടുക്കാം. അതിനായിട്ട് 200 ഗ്രാം ശർക്കരയും 1/2 കപ്പ് വെള്ളവും കൂടെ ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ശർക്കരയിൽ എപ്പോഴും പൊടിയും തരിയും കല്ലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം നമ്മൾക്കൊന്ന് അരിച്ചു മാറ്റണം. ഇത് ഉരുക്കാനായിട്ട് ഞാൻ ചെറിയൊരു പാത്രമാണ് ഇപ്പം എടുത്തിരിക്കുന്നത്. ഇപ്പം ഇതിവിടെ നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് നമ്മൾ ഏത് പാത്രത്തിലാണോ ശർക്കര വരട്ടി തയ്യാറാക്കുന്നത് ആ പാത്രത്തിനകത്തേക്കാണ് അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഒരു വലിയ ഉരുളിയൊക്കെ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെങ്കിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പരിചയമില്ലാത്തവർക്ക് ഇളക്കാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ വലിയൊരു ഉരുളി എടുക്കുകയായിരിക്കും നല്ലത്. അതിനകത്തേക്ക് ഇത് നേരെ അരിച്ചൊഴിക്കാം. ഇപ്പം ഇതിൽ കുറച്ച് വെള്ളം കൂടുതലാണ്. അതുകൊണ്ട് വീണ്ടും നമ്മൾക്കൊന്നും കൂടെ ഫ്ലെയിം ഓൺ ചെയ്യണം. ഓൺ ചെയ്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട പൊടികൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുത്ത് അതിനകത്തോട്ട് 1/2 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചുക്കുപൊടി, ഇത്രയും ഇട്ട് കൊടുക്കുക. ചുക്കുപൊടിയാണ് കുറച്ച് കൂടുതൽ എപ്പോഴും ശർക്കര വരട്ടിക്ക് വേണ്ടത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾക്കിത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ശരിയാക്കി എടുക്കാനുണ്ട്. ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട് പഞ്ചസാര ആവശ്യമുണ്ട്. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പഞ്ചസാരയുടെ പൊടിയാണ് നമ്മൾക്ക് വിതറി കൊടുക്കേണ്ടത്. ഇത് രണ്ടും ശരിയാക്കി വെച്ചതിന് ശേഷം സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ശർക്കര പാനി ചെറിയ തീയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം കറക്റ്റ് പാകമായിട്ട് വന്ന് കാണും. ഏതാണ്ട് ഒറ്റനൂൽ പരുവത്തിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായ സമയത്ത് വേണം നമ്മൾക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പച്ചക്കായ ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം ഇതിവിടെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണം നമ്മൾ
നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പച്ചക്കായ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായി തണുത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇനിയൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, തീ നന്നായി കുറച്ച് വയ്ക്കുക. ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇളക്കാനായിട്ട് ഉരുളിയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഉരുളിക്കകത്ത് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചട്ടകം വെച്ച് ഈസിയായിട്ട് ഇളക്കി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതേപോലെ ഇളക്കി കൊടുത്താലും മതി. ശർക്കരപ്പാനി എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. ഇപ്പം ഇതിവിടെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനിയൊക്കെ എല്ലാ ഭാഗത്തേക്കും നന്നായി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടികൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും ചുക്കുപൊടിയും എല്ലാം കൂടെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെതറിക്കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും വെതറിക്കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പം പൊടികളൊക്കെ എല്ലാ ഭാഗത്തേക്കും നന്നായി ആയിക്കഴിഞ്ഞു. ഇനി ഏറ്റവും അവസാനമായിട്ട് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാരയാണ്. അതും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് വെതറിക്കൊടുക്കാം. തീരെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പഞ്ചസാരയും കൂടെ വെതറിക്കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കുറച്ച് സമയം ഇളക്കിക്കൊണ്ടേയിരിക്കുമ്പോഴാണ് ശർക്കര വരട്ടി റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരിക്കുക. നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വീട്ടിലുണ്ടാക്കിയ ശർക്കര വരട്ടി തയ്യാറായി കഴിഞ്ഞു. ഇനി കാണിക്കുന്നത് നേന്ത്രക്കായ ചിപ്സാണ്. നമ്മൾ ശർക്കര വരട്ടി ഉണ്ടാക്കിയപ്പോൾ കാണിച്ച അതേ മെത്തേഡിൽ തന്നെ നേന്ത്രക്കായ ക്ലീൻ ചെയ്ത് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് നന്നായി തുടച്ചെടുക്കുക. ഇനി കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം ഇത് ഒരേ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാം. നല്ലപോലെ കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇത് അരിയുന്ന സമയത്ത് തന്നെ ഇത് വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണയും കൂടെ അടുപ്പത്ത് വയ്ക്കാം. എല്ലാ ഏത്തക്കായും ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കുക. ഇനി 1/4 കപ്പ് വെള്ളം എടുത്ത് അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇത് ഇനി നമുക്ക് തെളിച്ച് കൊടുക്കാനുള്ളതാണ്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്നായിട്ട് കട്ട പിടിക്കാതെ ഇട്ട് കൊടുക്കാം. എല്ലാം പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ ക്രിസ്പി ആയിട്ട് വരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടുള്ള മിക്സ് കുറേശ്ശെ ഒന്ന് തെളിച്ചു കൊടുക്കുക. നമ്മളിത് തെളിച്ചു കൊടുത്ത ഉടനെ തന്നെ കുറേശ്ശെ ഇത് തെറിക്കാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തെറിക്കാൻ തുടങ്ങലൊക്കെ നിന്നിട്ട് നല്ലപോലെ പതയൊക്കെ കെട്ടുവരും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. നമ്മൾക്കിനി ചിപ്സ് എടുത്ത് മാറ്റാം. ഇനി കാണിക്കുന്നത് നുറുക്കുപ്പേരിയാണ്. നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെ നേന്ത്രക്കായൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ തുടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 4ആയിട്ട് മുറിക്കുക. 4ആയിട്ട് മുറിച്ചതിന് ശേഷം ഒരേ വലുപ്പത്തിൽ തന്നെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. നമ്മൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും നമ്മൾക്ക് ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കാം. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ കുറച്ച് നേരം ഇളക്കി കൊടുത്താലാണ് ഇത് ഒട്ടിപ്പിടിക്കാതെ കിട്ടുക. നമ്മൾ നേരത്തെ നേന്ത്രക്കായ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ തെളിച്ചു കൊടുത്ത അതേപോലെ തന്നെ ഇവിടെയും തെളിച്ചു കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ടുള്ള മിക്സ് അത് ഒന്ന് തെറിച്ച് വരണമൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്കും ഇതും നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കാണും. നമ്മളുടെ നുറുക്കുപ്പേരിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാം തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കുന്നവരാണെങ്കിൽ ഈ എണ്ണ ചൂടോടെ തന്നെ ഒരു ഇരുമ്പ് അരിപ്പയെ കൂടെ അരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് പപ്പടം വറക്കാം. അതിൻ്റെ പുറകെ തന്നെ കൊണ്ടാട്ട മുളകും കൂടെ വറുത്ത് വയ്ക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പപ്പടം വറക്കാനും കൊണ്ടാട്ട മുളക് വറക്കാനും വീണ്ടും നമ്മൾ എണ്ണ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി കാണിക്കുന്നത് വിനാഗിരി ചേർക്കാത്ത മാങ്ങ അച്ചാറും വടുകപ്പുളി നാരങ്ങ അച്ചാറുമാണ്. വിനാഗിരി ചേർക്കാത്ത മാങ്ങ അച്ചാറാണ് ആദ്യമേ കാണിക്കുന്നത്. അതിനായിട്ട് 1 കിലോ മാങ്ങ എടുത്ത് നല്ലപോലെ കഴുകി തുടച്ചതിന് ശേഷം ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും. അതിനായിട്ട് അരമണിക്കൂർ ഞാനിതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അരമണിക്കൂറിന് ശേഷം അച്ചാർ ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം അടുപ്പത്തോട്ട് വയ്ക്കാം. അതിനകത്തേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിനകത്തേക്ക് 4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 പിടി വെളുത്തുള്ളി നടുകീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ഉണക്കമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം ഇത് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല. കാരണം പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കും കൂടെ ചെയ്യുക. ഇനി ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉലുവ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇനി ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ 5 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം.
ഈ സമയത്തൊക്കെ തീ നല്ലപോലെ ലോ ഫ്ലെയിമായിട്ടാണ് ഇരിക്കുന്നത്. പൊടികളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളത് 1/2 കപ്പ് വെള്ളമാണ്. അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ ഒന്ന് കൂട്ടി വയ്ക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമ്മളുണ്ടാക്കുന്ന അച്ചാറിന് ഗ്രേവി കുറച്ചധികം വേണമെന്നുള്ളവരാണെങ്കിൽ 1 കപ്പ് വെള്ളം വരെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം 1/2 കപ്പ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നന്നായി തിളച്ച് വന്നതിന് ശേഷം തീ ഒന്നും കൂടെ ഒന്ന് കുറച്ച് വയ്ക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. ആ മാങ്ങയും അതിൻ്റെ കൂടെ തന്നെ ഇറങ്ങി വന്ന വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് നേരത്തെ പുരട്ടി വെച്ചത് കൊണ്ട് കുറച്ച് വെള്ളം ഇറങ്ങി വന്ന് കാണും. ഈ സമയത്ത് ഇനി ഉപ്പ് ഒന്നും കൂടെ നോക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതിനകത്തോട്ട് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാം കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു പൊടിയും കൂടെ ഇട്ട് കൊടുക്കാൻ ബാക്കിയുണ്ട്. അതായത് കടുക് ഒന്ന് വറുത്ത് പൊടിച്ചതാണ്. 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നല്ലപോലെ ചൂടാറി വന്നതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലിനകത്താക്കി വെക്കാം. ഇതിനകത്ത് നമ്മൾ തീരെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇങ്ങനത്തെ ടൈപ്പ് അച്ചാർ ഉണ്ടാക്കിയാലേ നമ്മൾ ഒരുപാട് ദിവസം വെച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ തീർക്കണം. ഇനി ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്നവരാണെങ്കിൽ ഗ്ലാസ് ബോട്ടിലിനകത്താക്കിയതിന് ശേഷം ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെക്കാം. അടുത്ത വിഭവം വടുകപ്പുളി നാരങ്ങ അച്ചാറാണ്. ഇത് തീരെ കയ്പില്ലാത്ത രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതും നമ്മൾക്ക് നേരത്തെ റെഡിയാക്കി വെക്കാം. അതിനായിട്ട് 2 വലിയ വടുകപ്പുളി ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ മഞ്ഞ കളറുള്ളത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇത് ഏതാണ്ട് 750 ഗ്രാം വരും. ഇനി കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അതിനകത്തോട്ട് ഈ വടുകപ്പുളി ഇട്ട് കൊടുക്കണം. നല്ലപോലെ തിളച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. 2 മിനിറ്റ് ഇതൊന്ന് തിളപ്പിക്കുക. എന്നിട്ട് നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ആ ചൂടുവെള്ളത്തിൽ തന്നെ ഇത് കിടക്കണം. ഇതിൻ്റെ തൊലിയെല്ലാം നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലപോലെ വാടിക്കിട്ടണം. ചൂടുവെള്ളത്തിൽ 5 മിനിറ്റ് കൂടി ഇട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾക്കിത് ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം നമ്മൾക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പം ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ഇനിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുമ്പം തീരെ വെള്ളമയം പാടില്ല. അതുകൊണ്ട് ഇത് നല്ലപോലെ തുടച്ചതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ഇപ്പം നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡും ഞാനതിനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ചെറുതായിട്ടങ്ങ് നുറുക്കി വയ്ക്കാം. ഇപ്പം എല്ലാം ഞാനിവിടെ നുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കണം. ഇനി ഇത് ഉപ്പ് പിടിക്കാനായിട്ട് 20 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അച്ചാർ ഉണ്ടാക്കുമ്പം എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത്. 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾക്ക് ഓരോ ചേരുവകളായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ കുറച്ച് നേരം ഒന്ന് വഴറ്റണം. ഇതിൻ്റെ വെള്ളമയമൊക്കെ നല്ലപോലെ പോയി കിട്ടണം. വെള്ളമയം പോകുന്നവരെ നമ്മൾക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോഴേക്കും നമ്മൾക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫാക്കിയതിന് ശേഷം വേണം നമ്മൾക്ക് ബാക്കി പൊടികളെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വേണം നമ്മൾക്ക് പൊടികൾ ഇട്ട് കൊടുക്കാൻ. ആദ്യമേ തന്നെ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളകും സാധാരണ മുളക് പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ മിക്സാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതാണ് ഇട്ട് കൊടുക്കുന്നത്. 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇപ്പം എണ്ണ നല്ലപോലെ ചൂടുണ്ട്. എന്നാൽ നമ്മൾ തീ ഓഫാക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് തീയിൽ വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിയെല്ലാം കരിഞ്ഞു പോവും. അതുകൊണ്ട് ഇത്രയും ചൂട് മതി. ഇതാണ് കറക്റ്റ് പാകം. കുറച്ചൊന്ന് വഴന്നതിന് ശേഷം നമ്മൾക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നാരങ്ങയിൽ ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി പറയാൻ പോകുന്നത് ഒരു ടിപ്പാണ്. നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ക്രമീകരിക്കാനായിട്ട് 1.5 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മളുടെ അച്ചാറിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ അച്ചാറിൻ്റെ ചേരുവകളെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇത് നല്ലപോലെ തണുത്ത് വരണം. ഇതിൻ്റെ പാത്രം വരെ നന്നായി തണുക്കണം. എന്നിട്ട് വേണം നമ്മൾക്കിത് മിക്സ് ആക്കാനായിട്ട്. അപ്പോഴായിരിക്കും നമ്മൾക്ക് കയ്പില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ കിട്ടുക. ഇപ്പം ഇത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ മിക്സാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. തീരെ വെള്ളമയം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കേടാവത്തില്ല. ഇനി ഇതൊരു ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ സെർവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാത്രത്തിലോ ഇട്ട് വയ്ക്കാം. ഈ സമയത്ത് ഉപ്പ് ഒന്നും കൂടെ നോക്കാം. എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം.
ഓണത്തിനോ വിഷുവിനോ അതുപോലെ വേറെ വിശേഷ ദിവസങ്ങളിലോ ഒക്കെ ആയാലും പുളിയിഞ്ചി നമ്മൾ തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അതിനായിട്ട് വലിയൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി 2.5 കപ്പ് ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം നന്നായി പിഴിഞ്ഞ് അരിച്ച് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം 1.5 കപ്പ് പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് 1 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് 3 ടേബിൾ സ്പൂൺ, കാന്താരി മുളക് നടുകീറിയത് 6 എണ്ണം, കുറച്ച് കറിവേപ്പില, കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ഇട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. നല്ല പോലെ ബ്രൗൺ കളറായിട്ട് വരണം. ഇപ്പോൾ ഇതാ ഇവിടെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിൽ ബാക്കി വന്നിട്ടുള്ള എണ്ണ ഒരു മൺചട്ടിയിലേക്കാണ് ഞാൻ അരിച്ചൊഴിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് പുളിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ മൺചട്ടി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി വീണ്ടും ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം 3 ഉണക്കമുളകും 3 കാന്താരി മുളക് വട്ടത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇട്ട് കൊടുത്ത കറിവേപ്പിലെല്ലാം നല്ലപോലെ ക്രിസ്പി ആയിട്ട് വരും. അത്രയും നേരം ഇത് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. മൺചട്ടി ആയതുകൊണ്ട് എണ്ണയൊക്കെ നല്ല ചൂടായിട്ടായിരിക്കും ഇരിക്കുക. ഇനി നമ്മൾക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 മുതൽ 1.5 ടീസ്പൂൺ വരെ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളെല്ലാം ചൂടായ എണ്ണയിൽ കിടന്ന് നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അവിടെ പുളിവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇളക്കിയതിന് ശേഷം മുഴുവനായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതവിടെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ പിന്നീട് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലും കൂടെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ഇഞ്ചി തീരെ കടിക്കാൻ കിട്ടണ്ട എന്നുള്ളവരാണെങ്കിൽ ചെറിയ മിക്സിയിലൊന്ന് അടിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇപ്പം അത് ചെയ്യുന്നില്ല. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തിളച്ച് കുറുകി വരും. ഇപ്പോൾ ഇതായത് ഇവിടെ കുറേശ്ശെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് ശർക്കരയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ ഓർഗാനിക് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും പുളിക്ക് അനുസരിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ശർക്കരയുടെ പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ചും കൂടെ ശർക്കര വേണമായിരുന്നു. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 4 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഒരുപാട് കട്ടയായി പോകേണ്ട ആവശ്യമില്ല. ഇത് ചൂടാറുമ്പോൾ നല്ല പോലെ കുറുകി വരും. ഇപ്പോൾ അതോടെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. പുളിയിഞ്ചി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ യൂസ് ചെയ്യരുത്. 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വിളമ്പുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ തലേദിവസം ഉണ്ടാക്കി വെക്കുക. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും നല്ല പോലെ കുറുകി വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ ഇറക്കി വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. ഇത് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിരിക്കും തോറും ഒന്നും കൂടെ കുറുകി വരും. ഇപ്പോൾ ഇതായതോടെ കുറച്ചും കൂടെ സമയം കഴിഞ്ഞിട്ടാണ് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. പുളിയിഞ്ചി അത്ര പെട്ടെന്ന് കേടാവാത്തൊരു കറിയാണ്. നമ്മളിത് ഗ്ലാസ് ബോട്ടിലിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആഴ്ചകളോളം ഇത് കേടാകാതിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, വെള്ളമയം തീരെ ഇല്ലാത്ത ഗ്ലാസ് ബോട്ടിലും സ്പൂണും ഒക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് തീരെ കേടാവത്തില്ല. വേറെയും കുറേ ഓണം റെസിപ്പീസിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചതെല്ലാം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്